നമുക്കിന്ന് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പെർഫെക്റ്റ് ആയിട്ടുള്ള റവ കേസരി എങ്ങനെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാം എന്നുള്ളത് നോക്കാം. അതിനു മുന്നായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം സൈഡിലുള്ള ബെൽ ഐക്കണും ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ചൂടായിട്ടുള്ള ഈ പാനിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ ഗീ ആഡ് ചെയ്ത് കൊടുക്കാം. ഗീ നന്നായി മെൽറ്റായി വന്ന ശേഷം അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ കാഷ്യൂ നട്ട്സ് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. കാഷ്യൂ നട്ട്സും റേസിൻസും നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നതിന് പ്രത്യേകം ക്വാണ്ടിറ്റി ഒന്നുമില്ല, നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് ചേർക്കാവുന്നതാണ്. കാഷ്യൂ നട്ട്സ് ചെറുതായിട്ടൊന്ന് ബ്രൗൺ കളറായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ റേസിൻസും ആഡ് ചെയ്ത് കൊടുത്ത് അതും നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ ഫ്രൈ ചെയ്ത് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇപ്പം നമ്മുടെ റേസിൻസ് എല്ലാം നന്നായിട്ടൊന്ന് പഫി ആയിട്ട് വന്നിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ഇത് രണ്ടും ഗീയിൽ നിന്ന് വറുത്ത് മാറ്റി വയ്ക്കാവുന്നതാണ്. ഇനി അതേ നെയ്യിലേക്ക് തന്നെ നമുക്ക് 1/2 കപ്പ് റവ ചേർത്ത് കൊടുത്ത് 8 to 10 മിനിറ്റ്സ് ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ട് റോസ്റ്റ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ റവ പെട്ടെന്ന് കരിഞ്ഞു പോകുന്നതായിരിക്കും. ഏകദേശം ഒരു കളറൊന്ന് മാറി ചെറിയൊരു ബ്രൗൺ കളറായി ഒന്ന് വരുന്നത് വരെ ഇതൊന്ന് നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ റവ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി ഇതേ പാനിലേക്ക് തന്നെ നമുക്ക് 1.25 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് റവയ്ക്ക് 1.25 കപ്പ് വെള്ളമാണ് അതിൻ്റെ ഒരു കറക്റ്റ് മെഷർമെൻറ്റ് അല്ലെങ്കിൽ അളവെന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഈ 1.25 കപ്പിലെ 1/2 കപ്പ് വെള്ളവും അതുപോലെ 1/4 കപ്പ് പാലും ചേർത്ത് ചെയ്യാവുന്നതുമാണ്. പക്ഷെ ട്രഡീഷണൽ ആയിട്ടുള്ള രീതിയിൽ കേസരി തയ്യാറാക്കാൻ വേണ്ടി നമ്മൾ വെള്ളം തന്നെയാണ് യൂസ് ചെയ്യുന്നത്. വെള്ളം ഒത്തിരി തിളച്ച് വരുന്നത് വരെ ഒന്നും വെയിറ്റ് ചെയ്യേണ്ട, ചെറുതായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് മാറ്റി വെച്ച റവ കുറേശ്ശെ വീതം ചേർത്ത് കൊടുത്ത് ലോ ഫ്ലെയിമിലിട്ട് ഒട്ടും കട്ടയാകാത്ത പോലെ നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ റവയും വെള്ളവും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. റവ പെട്ടെന്ന് തന്നെ സെറ്റായി കിട്ടുന്നതാണ്, ഒത്തിരി സമയമൊന്നും അതിനാവശ്യമില്ല. ഇനി നമുക്കിത് മൂടി വെച്ച് 2 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്യാം. മൂടി വെച്ച് കുക്ക് ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണം എന്ന് പറഞ്ഞാൽ റവ നന്നായിട്ട് നല്ല സോഫ്റ്റായിട്ട് കുക്ക് ചെയ്ത് കിട്ടാൻ വേണ്ടി അത് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇപ്പോൾ ഏകദേശം 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് മൂടി ഒന്ന് മാറ്റി നോക്കാം. നമ്മുടെ റവ ഇവിടെ ഇപ്പം നല്ല സോഫ്റ്റായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് റവയ്ക്ക് 1/2 കപ്പ് പഞ്ചസാരയാണ് നമ്മളിവിടെ എടുക്കുന്നത്. പിന്നെ അതുപോലെ 1/2 ടേബിൾ സ്പൂൺ ഏലക്ക പൊടിച്ചതും ഒരു പിഞ്ച് ഉപ്പ്, ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ്. അതുപോലെ ഞാനിവിടെ ഒരു 2 ഡ്രോപ്സ് മഞ്ഞ ഫുഡ് കളറും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ഫുഡ് കളർ വേണമെങ്കിൽ മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. യെല്ലോ അല്ലെങ്കിൽ ഓറഞ്ച് ഫുഡ് കളർ ആഡ് ചെയ്യാവുന്നതാണ്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് കുങ്കുമപ്പൂവ് വെള്ളത്തിലൊന്ന് ഡൈല്യൂട്ട് ചെയ്തതിന് ശേഷം അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്താലും മതി, നല്ലൊരു മഞ്ഞ കളർ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമ്മളിവിടെ ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ച കാഷ്യൂ നട്ട്സും റേസിൻസും കൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുത്ത് ഇതെല്ലാം നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കാവുന്നതാണ്. ഫൈനലി അവസാനം നമുക്കിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഒരിക്കലും സ്കിപ്പ് ചെയ്യല്, അത് നമ്മുടെ കേസരിക്ക് നല്ലൊരു ഫ്ലേവറും ടേസ്റ്റും കിട്ടാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ കേസരി തയ്യാറാക്കാൻ വേണ്ടി ഇതിലേക്ക് മൊത്തം 4 ടേബിൾ സ്പൂൺ നെയ്യാണ് ആഡ് ചെയ്ത് കൊടുത്തത്. അത്രയേ ഉള്ളൂ. നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ള റവ കേസരി അല്ലെങ്കിൽ സൂചി ഹൽവ ഇവിടെ റെഡിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതോടൊപ്പം നിങ്ങളുടെ ഫീഡ്ബാക്സും കമൻസും എല്ലാം താഴെ എഴുതി എന്നെ അറിയിക്കാനും മറക്കരുത്. മറ്റ് ഈസി റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ഫ്രം മീനൂസ് മെനു.